ഇതുപോലെ ഫേസ് ചേഞ്ച് ചെയ്തിട്ട് നാളെ നിങ്ങളുടെ വീഡിയോ വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ വീഡിയോ ഫുള്ളായി കാണുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡീപ് ഫേക്ക് പറഞ്ഞൊരു ടെക്നോളജി 5 വർഷം മുമ്പ് തന്നെ വന്നു. ഒരു ആക്ട്രസിന് ഇത് ഉണ്ടായതുകൊണ്ട് കുറെ സെലിബ്രിറ്റീസ് അതിനെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഇത് വലിയൊരു ഇഷ്യൂ ആയി. എനിവേ ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ ഈ 5 വർഷത്തിനിടെ ഇതിന് കുറെ പേരെ ഇരയായിട്ടുണ്ട്. ഡീപ് ഫേക്കിന് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ബേസിക് ആയിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങളുടെ ഫേസ് ഇതുപോലെ മാറ്റാൻ പറ്റും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡീപ് ഫേക്ക് ആണെന്ന്. ഒരു 100 ഇമേജസ് കൊടുത്തിട്ട് ആ ഒരു AI ട്രെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 1000 ഇമേജസ് ഡിഫറെന്റ് ആംഗിൾസിൽ ഒരാളുടെ കൊടുക്കുകയാണെങ്കിലോ ഒരുപക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. AI ഡേഞ്ചറസ് ആയിരിക്കും, പക്ഷെ അത് ഉണ്ടാക്കിയത് നമ്മളാണ്. സോ AI ഒരു പ്രോബ്ലം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷനും ഇനിയൊരു AIയുടെ കയ്യിലുണ്ട്. ഡീപ് ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു 5 ടൂൾസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൂൾസ് എല്ലാവരുടെ കയ്യിലും എത്തണം. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു മീഡിയ പ്ലെയറിൽ ഇന്റലിന്റെ ഫേക്ക് ക്യാച്ചർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഡീപ് ഫേക്ക് ആണോ അല്ലയോ എന്ന്. AI ഇത്രയും ഡേഞ്ചറസ് ആണ് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നതിന്റെ കൂടെ AI ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓൾറെഡി ഫോട്ടോസ് ഓർ വീഡിയോസ് ഇതുപോലെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സൈറ്റിൽ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ അതേപോലെ ഫേക്ക് ഫോട്ടോ രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ ഇന്റർനെറ്റിൽ എവിടെ ഉണ്ടെങ്കിലും അത് റിമൂവ് ആയിട്ടുണ്ടാകും. ഇപ്പോഴും ഇത് അറിയാത്ത കുറെ പേരുണ്ടാകും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.